ബീമിസ് ആണ്. മക്കളെ, നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാ വർഷങ്ങളും റിപ്പീറ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പുറത്തൊന്ന് ഒരു പോമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറിയോ ഒരു പാസേജോ തരാറുണ്ട് അല്ലേ. അത് ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റോറിയോ പോമോ ആയിരിക്കും നമുക്ക് തരാം. എന്നിട്ട് അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമ്മളോട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് മിസ് ഇതായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഒരു മോഡൽ നോക്കിക്കേ. Here is a story for you. One day, Dicky the dog was on his way home holding a bone in his mouth. ഒരു ദിവസം ഡിക്കി എന്ന് പറയുന്ന ഒരു നായക്കുട്ടി എന്ത് ചെയ്യാണ്? ആ വായിൽ ഒരു എല്ലും കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് പോവാണ് അല്ലെ. He had to cross a river. ഒരു റിവർ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ഡിക്കി ഒരു ബ്രിഡ്ജിലേക്ക് കയറുകയാണ് അല്ലെ. അപ്പൊ ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജിലേക്ക് കയറി. അങ്ങനെ താഴേക്ക് വെള്ളത്തിലേക്ക് നോക്കിയപ്പോഴേക്കും അവന്റെ തന്നെ റിഫ്ലക്ഷൻ എവിടെ കണ്ടു? ആ വെള്ളത്തിൽ കണ്ടു. ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് അനദർ ഡോഗ് വിത്ത് അനദർ ബോൺ. എന്താ വിചാരിച്ചത്? അത് മറ്റൊരു ഡോഗാണ് അല്ലെ. അതായത് റിഫ്ലക്ഷൻ, അതായത് ആ ഒരു വെള്ളത്തിൽ അവന്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടു. അവൻ നോക്കിയപ്പോഴേക്കും ഒരു നായതാ എന്താണ് ഇതുപോലെ ഒരു ബോൺ കടിച്ചു പിടിച്ചിരിക്കുന്നത് കാണുകയാണ്. അപ്പൊ അത് വേറൊരു ഡോഗാണെന്ന് വിചാരിച്ചിട്ട് ഡിക്കിക്ക് ആകെ ദേഷ്യം വന്നു. എന്നിട്ട് അതിന് നേരെ ഡിക്കി എന്ത് ചെയ്തു? കുറച്ചു ബാർക്ക് ചെയ്തു അല്ലെ. അങ്ങനെ ബാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് വാ തുറന്നപ്പോഴേക്കും ഡിക്കിയുടെ വായിലുള്ളത് ആ ഒരു ബോൺ എന്ത് ചെയ്തു? താഴേക്ക് വീണ് പോയി കണ്ടോ. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോറി. ഇനി ഈ സ്റ്റോറി വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വാസ് ഡിക്കി ഹോൾഡിംഗ് ഇൻ ഹിസ് മൗത്ത്? എന്താണ് ഡിക്കി വായിൽ കൊണ്ട് നടക്കുന്നത്? എ ചീക്ക്, എ ബോൺ, എ ടോയ്. എന്താണ്? ബോൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? ബോൺ എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. On his way, Dicky had to cross a dash. ഒന്ന് വഴി ഡിക്കിക്ക് എന്തോ ക്രോസ് ചെയ്യാനായിരുന്നു. എന്താണ്? റിവർ ആണോ ഫീൽഡ് ആണോ റോഡാണോ? റിവർ ആണ് ആൻസർ അല്ലെ. RIVER, റിവർ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിക്കേ. വാട്ട് ഡിഡ് ഡിക്കി സീ ഇൻ ദ വാട്ടർ? വെള്ളത്തിൽ ഡിക്കി എന്താ കണ്ടത്? ഫിഷിനെ ആണോ ഹിസ് ഓൺ റിഫ്ലക്ഷൻ ആണോ മൂവിംഗ് ബോട്ട് ആണോ? നമുക്കറിയാം ഹിസ് ഓൺ റിഫ്ലക്ഷൻ ആണ് അല്ലെ. അപ്പൊ ആൻസർ എങ്ങനെ എഴുതാം? ഹിസ് ഓൺ റിഫ്ലക്ഷൻ. ഓക്കെ, ഹിസ് ഓൺ റിഫ്ലക്ഷൻ. അടുത്ത നോക്കിക്കേടാ. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് ഫെൽ ഡൗൺ ഫ്രം ദ സ്റ്റോറി. താഴേക്ക് വീണു എന്നുള്ളത് പറയുന്ന വേർഡ് ഏതാണ്? ബാർക്ക്ഡ്, ഡ്രോപ്ഡ്, ഓപ്പൺ. താഴേക്ക് വീണു എന്നുള്ളത് ഏതാണ്? ഡ്രോപ്ഡ് ആണ് അല്ലെ. അപ്പൊ DROPPED, ഡ്രോപ്ഡ് എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത നോക്കിക്കേടാ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാനാണ്. നമുക്ക് എന്ത് കൊടുക്കാം? ദ ഡോഗ് ആൻഡ് ദ ബോൺ എന്ന് കൊടുക്കാം അല്ലെ. ദ ഡോഗ് ആൻഡ് ദ ബോൺ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് ചേരുന്ന ബാക്കി ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന ബാക്കി ഇതിന് ചേരുന്ന എന്താണ് ടൈറ്റിൽ എന്നുള്ളത് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അത് വീഡിയോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.